ഇതെന്തൊരു നൈറ്റിയാ? ഇതിനൊട്ട് ഇറക്കവും ഇല്ലല്ലോ. നിന്റെ അമ്മായിയമ്മയുടെ ആയിരിക്കുമല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഓർത്തതായിരുന്നു ഒരു നൈറ്റി എടുക്കണമെന്ന്. പിന്നെ അതങ്ങ് വിട്ടും പോയി. അതെങ്ങനാ? നിനക്ക് വിശേഷമായെന്ന് അറിഞ്ഞപ്പോൾ വെപ്രാളം കൊണ്ട് അവിടെ വല്ലതും നിൽക്കാൻ പറ്റുമോ? പെട്ടെന്ന് പോരുമല്ലായിരുന്നു. ഡാഡി, ഇത് നിനക്ക് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് കഴിക്കാനുള്ളതും ഒക്കെയാ. ഷെടാ, ഇതിപ്പോൾ ഞാൻ എവിടെയൊന്ന് വെക്കുക? ആ, അവിടെ വെക്കാം. എൻ്റെ അമ്മേ, ഇതൊക്കെ എന്തിനാ ഇവിടെ വെക്കുന്നേ? ഫ്രിഡ്ജിലോ കിച്ചണിലോ കൊണ്ട് വെച്ചോ? പിന്നെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലുമൊക്കെ കയറി ഇറങ്ങി തിന്നു തീർക്കും. ഇതേ ഞാൻ കാശ് മുടക്കി നിനക്ക് തിന്നാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ, അല്ലാതെ വേറെ ആരുടെയെങ്കിലുമൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ ആരും കഴിക്കാറില്ല. ഫ്രൂട്ട്സൊക്കെ വാങ്ങിയാലും അത് ഞാനാ കഴിച്ചു തീർക്കുന്നേ. പിന്നെ കണ്ടാ കഴിക്കാത്തവരുണ്ടോ? കാശ് കൊടുത്ത് വാങ്ങി കഴിക്കാൻ കഴിയലാഞ്ഞിട്ടായിരിക്കും. നീ ഇവിടെ ഇരുന്ന് അതിൽ നിന്നെടുത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കിട്ടണതൊക്കെ അങ്ങ് തിന്നോണം. അമ്മ കുറച്ച് നല്ല മീനൊക്കെ വാങ്ങിയിട്ടും വന്നിട്ടുണ്ട്. അതൊന്ന് വെട്ടി കറിയാക്കാം, കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്യാം. നിനക്കതല്ലേ ഇഷ്ടം? ആ, ഈ അമ്മ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, അതുറപ്പായി. സൗമ്യയുടെ അമ്മേ, ഇതെന്തോ ഒരു നാറ്റം. ഇതെന്താ അടുപ്പത്ത്? നല്ല സ്മെല്ലാണല്ലോ. ഞാനേ വരുന്ന വഴിക്ക് നല്ല പിടയ്ക്കണ മത്തി കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ മേടിക്കാതെ പോന്നെ, കുറച്ചിങ്ങ് മേടിച്ചോണ്ട് പോന്ന്. മോക്കിത് വലിയ ഇഷ്ടാണേ. ഞാനതിൽ നിന്ന് കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കി വറുക്കാൻ വെച്ചിരിക്കുക. അതിന് ഇവിടെ ആരും മത്തി കൂട്ടാറില്ല. അരുണിൻ്റെ അച്ഛനൊന്നും മത്തി ഇഷ്ടേ അല്ല. ഓ, ഇതിൻ്റെ ഈ മണം പോലും അവർക്കാർക്കും പിടിക്കില്ല. മത്തിയൊക്കെ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടോ? വേണ്ടെങ്കിൽ വേണ്ട. എൻ്റെ മോക്ക് മത്തി ഭയങ്കര ജീവനാ. ഇതങ്ങ് കൊടുക്കേണ്ട താമസം. പ്ലേറ്റിൽ ചോറ് തീരണ അറിയില്ല. അപ്പം എൻ്റെ കൊച്ചിന് ഇഷ്ടമുള്ളതൊന്നും ഇവിടെ വെക്കലൊന്നും ഇല്ലല്ലേ? ചുമ്മാണ്ടല്ല, എൻ്റെ കൊച്ചിങ്ങനെ ഉണങ്ങി ചുള്ളിക്കമ്പ് പോലെ ആയത്. എൻ്റെ അമ്മയുടെ വായൊന്ന് അടച്ചു വെക്കാവോ? ഇവിടെ മത്തി വാങ്ങത്തില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ മീനും വാങ്ങും. എടി, അവർ മത്തി കഴിക്കത്തില്ലെന്ന് പറയുന്നതൊക്കെ വെറുതെ ആയിരിക്കുമെടി. നമ്മളങ്ങ് മാറിക്കഴിയുമ്പം എടുത്ത് കീച്ചുമായിരിക്കും. ഓ, എൻ്റെ അമ്മേ.